നമസ്കാരം. നമശിവായ. അഷ്ടമൂർത്തി ക്ഷേത്രം ശങ്കരാഭരണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസം മുമ്പ് ബംഗളാമുഖി അഥവാ ബഹുളാമുഖി, ബംഗളാമുഖി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദേവിയെക്കുറിച്ച് ഞാൻ ഇടണ്ടായി. വൾഗ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്ന ദേവിയാണത്. ബഹളാസ്യ, പീതാംബര എന്ന പല പേരുകളിലായിട്ടാണ് ദേവി അറിയപ്പെട്ടിരുന്നത്. അതിനെക്കുറിച്ച് കൊടുത്തപ്പോൾ കുറച്ച് പേര് അങ്ങനെയാണ് അങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാചകങ്ങളിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുക എന്താണെന്ന് പറഞ്ഞാൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി നാളിൽ ദേവി എന്താ പറയുക, സൗരാഷ്ട്ര അഥവാ ഗുജറാത്തിലെ ഹരിദ്ര നദിയുടെ തീരത്ത് മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാശക്തിയാണ്. ആ ശക്തിയെ ആ ദിവസം തന്നെയാണ് ദേവിയുടെ ജയന്തിയായിട്ടും ആഘോഷിക്കുന്നത്. അതുവരെ ദേവിയെ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് വൾഗ എന്ന പേരിലാണ്. അതിനുശേഷമാണ് മഹാവിഷ്ണു ബഹളാമുഖി അഥവാ ബംഗളാമുഖി, ബഹുളാമുഖി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന വിധത്തിൽ ദേവി വിളിച്ചത്. ഇതിനെല്ലാവരും അതാത് നാടുകളിൽ അർത്ഥമാക്കുന്നത് സ്തംഭിപ്പിക്കുന്നവൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ഒരു വലിയ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്ര മഹാവിഷ്ണുവിൻ്റെ ശക്തി കിട്ടാനാണ് ദശമഹാവിദ്യകളിൽ പ്രധാനപ്പെട്ട ദേവിയെ ആരാധിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരാധിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ നിന്നും ഹ്രീങ്കാരവും ഹ്ലീങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓം ഹ്രീം എന്ന് ചൊല്ലുമ്പോൾ മറ്റുള്ള പലയിടങ്ങളിലും ഹ്രീങ്കാരത്തിന് ശാപമുണ്ട് എന്നുള്ളത് കൊണ്ട് ഹ്ലീങ്കാരം ചൊല്ലിയാണ് ജപിക്കുന്നത്. അപ്പോൾ ഇവരിൽ പലരും പറഞ്ഞ പോലെ ബഹുളാമുഖി ആവാം, ബംഗളാമുഖി ആവാം, ബംഗളാമുഖിയും ഒക്കെ ആവാം. ഇതേതും ഒക്കെ തന്നെ അതാത് നാട്ടിലെ ആചാരങ്ങൾക്കനുസരിച്ചാണ്. ഇവിടെ ജലത്തിൽ നിന്ന് ജപിക്കാനും അതുപോലെ തന്നെ ഇത്ര സംഖ്യ ജപം, ഹോമം, തർപ്പണം പറയുമ്പോൾ മറ്റുള്ള നാടുകളിൽ ചെറിയ വിധാനങ്ങളിൽ പറയുന്നുണ്ട്. അവരുടെ രൂപത്തിലുള്ള മന്ത്രത്തിൽ ജപിച്ചും കൊണ്ട് എന്താ പറയുക, കല്ലുപ്പ് ഹോമിക്കാൻ, ചിലത് കല്ലുപ്പ് ജപിച്ചൊഴിഞ്ഞ് കളയാൻ, കടുക് ഒഴിയാനും അങ്ങനെ പലതും പറയുന്നുണ്ട് പലരും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും ഇതേ അല്ല. ഇതിൽ തന്നെ പറയുമ്പോൾ എന്താണെന്ന് പറയുക, ദേവി പുരാണത്തിൽ പറയുന്ന പ്രകാരം ഹരിദ്ര ഗണപതിയെ ജപിച്ച് സദാശിവനെ പൂജിച്ചും കൊണ്ടൊക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ദേവിയുടെ ശക്തിപീഠങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് ദത്യ, മധ്യപ്രദേശിലെ ദത്യ ദേവിയുടെ ശക്തിപീഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ലളിത്പൂർ നേപ്പാളിലുള്ളത്, കാങ്കട ഹിമാചൽ പ്രദേശിലുള്ളത്, അങ്ങനെ പല സ്ഥലങ്ങളും ദേവിയുടെ ഇതായിട്ട് പറയുന്നുണ്ട്. ശിവമ്പറ്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ തെലങ്കാനയിലുള്ളത് പലരും നമ്മൾ പലതായിട്ട് പറയുന്നുണ്ട്, അതിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ പല തരത്തിലുമാണ് തന്നെ. നമ്മുടെ സൗരാഷ്ട്ര ബന്ധപ്പെട്ട് നടക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ആചാരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇത് വരുന്നുണ്ട്. ദക്ഷിണം, വാമം, കൗളം, സമയം, എന്താ പറയുക, ഇത് പറയുന്ന രീതി പറയുന്നുണ്ട്. വൈദികം, താന്ത്രികം എന്ന് പറയുന്ന രൂപങ്ങളെ തന്നെയാണ് ഇത് പലതായിട്ടും തിരിച്ച് പിന്നെ ദക്ഷിണം, വാമം, കൗളം, സമയം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ചില മന്ത്രങ്ങൾക്ക് നമ്മൾ അക്ഷരങ്ങളിൽ വ്യത്യാസം നമ്മളതിൽ തന്നെയുണ്ട്. നമ എന്ന് പറയുന്നതും നമഹ എന്ന് പറയുന്നതും തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചില വിദ്വാന്മാരുടെ വിചാരം എന്താ വെച്ചാൽ അവനവന് ധരിച്ചത് മാത്രം ശരിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവുകേടായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും അതൊരു അറിവുകേട് തന്നെയാണ്. അപ്പോൾ അവരെപ്പോലുള്ളവർക്ക് അവരുടെ അറിവ് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റുള്ളതും കൂടി ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഇതാണ് എന്നതിനർത്ഥം മറ്റുള്ളവർക്ക് ആരും ഒന്നുമില്ല, കഴിവില്ലാത്തവരാണ്, വിഡ്ഢികളാണെന്ന് പറയരുത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ മാത്രമല്ലെന്ന് പരസ്പരം അറിയുന്നത്. മലയാള മാന്ത്രികത്തെ ഒരുപാട് അംഗീകരിക്കുന്ന തമിഴ്നാട്ടിലും തെലുങ്കിലും കർണാടക, ആന്ധ്ര അങ്ങനത്തെ ഒരുപാട് സ്ഥല വിദേശങ്ങളിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട്. തിരിച്ച് നമ്മുടെ ആൾക്കാർ മറ്റുള്ളിടത്ത് തന്നെ ആചാരങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഹൈന്ദവമുണ്ട്, ക്രൈസ്തവമുണ്ട്, ഇസ്ലാമികമൊക്കെ സേവാരീതികൾ പലർക്കും ഉണ്ട്. അത് തന്നെ പലരും ചെല്ലുന്ന രീതികളും വ്യത്യാസമുണ്ട്. അപ്പോൾ ചെല്ലുന്ന രീതി ഒരു കൂട്ടർക്ക് സ്വരത്തോടു കൂടിയാണ്, മറ്റൊരു കൂട്ടർ വേറൊരു സ്വരത്തോടു കൂടിയാണ്. ഈ സ്വരവ്യഞ്ജനങ്ങളുടെ കൃത്യത ഇല്ലാത്തവർ ചെല്ലുന്ന രീതിയും അത് വേറെയുമാണ്. അപ്പോൾ ഒക്കെ വ്യത്യസ്തമായിരിക്കെ തന്നെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മാത്രം ശരിയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗുരുക്കന്മാർ പറയുന്നതും ശരിയാണ്. അതിൽ നമ്മളേത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നുവോ അത് നമ്മുടെ ശരി. നമ്മുടെ ഗുരു ആരായിരുന്നോ അദ്ദേഹം പറഞ്ഞു തരുന്നത്
പരിപൂർണമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ വിഡ്ഢിക്കുഷ്മാണ്ഡം എന്ന കളിയാക്കി പറഞ്ഞത് പോലും മന്ത്രമായി മാറിയ നാടാണ് കേരളം. വെറുതെ അങ്ങനെയുള്ളപ്പോൾ ഒരു മന്ത്രവും തെറ്റല്ല. ഒരു മന്ത്രവും നമുക്കാവുന്ന രീതിയിൽ ജപിച്ചാൽ മതി. ഒരു ദേവതയും ദുർദേവതയല്ല. നമ്മളാണ് ആ ദേവതയെ ദുർദേവതയാക്കി മാറ്റുന്നത്. ദുരുദ്ദേശങ്ങളെ കൊണ്ടും ദുഷ്ടപ്രവർത്തികൾ ചെയ്യിക്കാൻ നിർബന്ധിച്ചും കർമ്മങ്ങളെ കൊണ്ടും നിവേദ്യങ്ങളെ കൊണ്ടും നമുക്കുള്ള ദേവിയോടുള്ള ആ പ്രീതി, അല്ലെങ്കിൽ ദേവിക്ക് നമ്മളോടുള്ള പ്രീതി, നമ്മൾ ദേവിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്കും ഉള്ളിൽ അത്രയും ഇഷ്ടം ഉണ്ടാവണം. അതുകൊണ്ടാണ് നമുക്ക് ദേവിയോടുള്ള പ്രീതി എന്ന് പറഞ്ഞത്. പ്രീതി എന്ന വാക്കിന് ഇഷ്ടമൊന്നും കൂടി അർത്ഥമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. മറ്റൊരു ഇത് കണക്കാക്കണ്ട. അപ്പോൾ അത് വെച്ച് പലതും ചെയ്യിക്കുമ്പോഴാണ് ദുർദേവതയായിട്ടും സദ്ദേവതയായിട്ടൊക്കെ മാറുന്നത്, ഓരോരുത്തർ പ്രവർത്തിക്കനുസരിച്ചാണ്. അപ്പോൾ അതിൽ മന്ത്രമൊന്നും ഇല്ലാത്ത ആദിവാസികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ മലയരുടെ പലരുടെയും എവിടെയും ജപരീതികൾ വിളിച്ചു ചൊല്ലലൊക്കെയാണ്. അപ്പോൾ അവർക്കതിന് സ്വരമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇനി കൊഞ്ഞപ്പുള്ളവൻ ജപിച്ച ദേവി വരില്ല എന്നർത്ഥമുണ്ടോ? അതല്ല ഇനി എന്തെങ്കിലും അക്ഷരപ്പശകുള്ളവൻ ജപിച്ച ദേവി വരില്ല എന്നുണ്ടോ? എല്ലാ ദേവതകളും ഇരുതലവാള് തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലല്ലാതെ കൊണ്ടു നടന്നാൽ, ദുഷ്കർമ്മങ്ങൾക്ക് കൊണ്ടുവരുന്ന ഏത് ദേവതയിലും ഒരു കാലത്ത് തിരിച്ചടിക്കും. പിന്നെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ദേവതയും കുറച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്ന് അനുസരണക്കേട് കാണിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ദാരിദ്ര്യമൊക്കെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ച് നോക്കും. പരീക്ഷിക്കാത്ത ഒന്നും ആരും തരൂല്ല. അപ്പോൾ സത്കർമ്മങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാവില്ല. മറ്റുള്ള ഗുരുക്കന്മാരെ അംഗീകരിക്കാനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുണ്ടാവുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അവരുടെ ഉള്ളിലെ അറിവ് വേണ്ട രീതിയിലായിട്ടില്ല എന്നും, അത് ശങ്കരാചാര്യൻ തന്നെ ബോധ്യപ്പെടുത്താൻ ആരാ വന്നത്? ചണ്ടാളനാ വന്നത്. നിന്നിലുള്ള അറിവ് പൂർണ്ണമായില്ല എന്നത്. അത്രയേ ഉള്ളൂ എനിക്കും പറയാനായിട്ട് എല്ലാവരോടും. നിങ്ങളിലെ അറിവ് പൂർണ്ണമാണെങ്കിൽ എല്ലാവരുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ രീതികളെയും അംഗീകരിക്കുക. അതിൽ പിഴവുകളുണ്ടെങ്കിൽ പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷേ കേരള ആചാരം ഇങ്ങനെയാണെന്ന് പറയാം, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാം. പക്ഷെ മറ്റൊരാൾക്ക് ആചാരമില്ല എന്നും മറ്റതൊക്കെ തെറ്റാണെന്നും പറയുന്നത് എന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള എല്ലാവരുടെ ആചാരങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ. അതേത് വിഭാഗത്തിന്, തമിഴിൻ്റെ ആയാലും തെലുങ്കിൻ്റെ ആയാലും കർണാടകയുടെ ആയാലും ഹിന്ദി വിഭാഗത്തിൽപ്പെട്ടതായാലും ഗുജറാത്തായാലും കാശ്മീരമായാലും ഒക്കെ തന്നെ അതാത് ആൾക്കാരുടെ ശരിയാണ്. അതിപ്പോൾ അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അതിലൊരു ദീക്ഷ കൊടുത്ത് മേടിച്ച് ജപിക്കുക, അല്ലെങ്കിൽ അതൊന്ന് കേട്ട് ജപിച്ച് എങ്ങനെയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് ജപിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരകൃപയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക, പെരുമാറുക. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നമഃശിവായ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ക്ഷമ ചോദിക്കുന്നു. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഇത് എല്ലാവരിലേക്കുള്ളൊരു അറിവിലേക്കായിട്ട് മാത്രം പറയുകയാണ്. നമഃശിവായ.